ചങ്ങായിമാരെ നമ്മൾ ശ്രീലേഖ മാടൂല്ലേ, മാടം മൊത്തം കലിപ്പിലാണ്. ഒന്നാമത് മാടത്തിനെ മേയറാക്കാന്ന് പറ്റി സംഖ്യകൾ ആദ്യം പറ്റിച്ച്. രണ്ടാമത് മാടത്തിന് ലക്ഷറി സെറ്റപ്പുള്ള റൂം കൊടുക്കാന്ന് പറ്റി സംഖ്യകൾ വീണ്ടും പറ്റിച്ച്. അങ്ങനെ മാടം ആകെ കലിപ്പിലാ ഉള്ളത്. നമ്മൾ ശ്രീലേഖ മാടത്തിനും വട്ടിയൂർക്കാവ് MLA പ്രശാന്തിനും അടുത്തടുത്താണ് റൂം. അപ്പൊ മാടം പറഞ്ഞത് മാടത്തിന്റെ റൂം ചെറുതാണ്, അതുകൊണ്ട് പ്രശാന്തെ നീ എത്രയും പെട്ടെന്ന് റൂം മാറി തരണം, എനിക്ക് വലിയ സൗകര്യമുള്ള റൂം വേണം, എനിക്ക് പരാതിക്കാർക്ക് അതിനുള്ളിൽ ഓടി കളിക്കണം, അതിനുള്ളിൽ ഫുട്ബോൾ കളിക്കണം എന്നല്ലാണ് മാടം പറയുന്നത്. ഒന്ന് ആലോചിക്കട്ടെ, നിലവിലുള്ള MLA-നോട് ഒരു കൗൺസിലർ, ഇന്നലെയായ കൗൺസിലർ പറയുന്നത് നിങ്ങൾ ആ റൂം മാറി തരണമെന്ന്. ഇപ്പം വന്ന ആള് പണ്ടുള്ള ആളോട് റൂം മാറി തരണമെന്ന്. കുറച്ചെങ്കിലും വിവരവും നിലവാരം ഈ സ്ത്രീക്ക് ഉണ്ടാകും. ഒരു കോർപ്പറേഷൻ പിടിക്കുമ്പോഴത്തേക്ക് ഇവർ ഇത്രമാത്രം അഹങ്കാരം കാണിക്കുന്നുണ്ടെങ്കിൽ ഈ കേരളങ്ങാനും BJP പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാഴ്ചകൾ നമ്മൾ കാണേണ്ടി വരും. അങ്ങനെ ഇവരെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഇവരെ വിമർശിക്കുന്ന ആൾക്കാർ തെച്ചും ഇവർ ഈ നാട്ടിൽ നിന്ന് ഓട്ടിക്കുമല്ലോ. ഇവരിപ്പോ കാണിച്ച പരിപാടിക്ക് നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട് കേട്ടോ, തൂറാത്തം. തൽക്കാലം ആ പഴഞ്ചൊല്ല് വേണ്ട, അല്പനർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ അർദ്ധരാത്രിയിലും കൊട പിടിക്കും. ആ സംഭവമാണ് ഈ സ്ത്രീ കാണിച്ചു കൂട്ടുന്നത്. എന്നിട്ട് ഈ സ്ത്രീക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ സ്ത്രീന്റെ അത്രയും നിലവാരവും മുതിയില്ലാത്ത വേറെ കുറെ ചാണക സംഖ്യകളും. എന്നിട്ട് ഈ സംഭവം വിവാദമായപ്പോ മാടം വന്നിട്ട് പറയുന്നത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് പറ്റി ഉടായ്പ വർത്താനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വട്ടിയൂർക്കാവ് MLA പ്രശാന്ത് എന്താണ് പറയുന്നത് കേട്ടിട്ട് വന്നാലോ. വാ. അതിനപ്പുറത്തേക്കുള്ള എന്ത് ജോലിയാണ് ഒരു വാർഡ് കൌൺസിലർ ആയിരിക്കുന്ന ആൾക്ക് ഈ മേയറാവാത്തതിന്റെ നിരാശ ഈ നിലയിലൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ഇവിടെ നിങ്ങൾ MLA ഓഫീസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ 7 വർഷമായിട്ട് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ തന്നെയാണ് കൌൺസിലർമാരുടെ ഓഫീസ് ഉള്ളത്. ഈ കൌൺസിലറുടെ ഓഫീസ് നേരത്തെ LDF-ന്റെ കൌൺസിലറായിരുന്ന ശ്രീമതി ബിന്ദു 5 വർഷം ഉപയോഗിച്ചതാണ്. അത് കഴിഞ്ഞ് BJP-യുടെ തന്നെ കൌൺസിലർ ശ്രീ മധുസൂദനൻ നായർ അദ്ദേഹം ഉപയോഗിച്ചതാണ്. അദ്ദേഹത്തിന്റെ തന്നെ ഒരു ലേഡി സ്റ്റാഫ് ഇവിടെ വാർഡ് കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഇത് സുഗമമായി നടക്കുകയാണ്. അപ്പൊ ഇപ്പൊ മാത്രം എന്താണ് ഇത് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നതിന്റെ ഒരു സാങ്കത്യം? അപ്പൊ ഇവിടെ നൂറുകണക്കിന് ആളുകൾ ദിനം പ്രതി വന്നു പോകുന്ന, ജനങ്ങൾക്ക് വരാനും പോകാനും പറ്റിയ സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു കൌൺസിലർ ഓഫീസ് പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2 ഗേറ്റുകളുണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്. ഇവിടെ ഒരു കൌൺസിലറായി ജയിച്ച ഒരാൾ എനിക്ക് ഈ സൗകര്യം പോരാ എന്ന് പറഞ്ഞ് MLA-യോട് മാറാൻ പറഞ്ഞാൽ അത് മര്യാദകേടല്ലേ, ശുദ്ധ മര്യാദകേടല്ലേ അവർ കാണിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു തിട്ടൂരം അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇനി നിയമപരമായിട്ടുള്ള എല്ലാ പോരാട്ടവും ഞങ്ങൾ നടത്തും. ഈ ഓഫീസ് ഞങ്ങൾക്ക് മാർച്ച് മാസം 31-ാം തീയതി വരെ നിയമപരമായിട്ടുള്ള കാലാവധിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞ് പുതുക്കുന്നതിന് ഞങ്ങൾ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോർപ്പറേഷൻ ഒഴിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ അതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. ഞാൻ ചോദിക്കട്ടെ, MLA-ക്കാട്ടി മുകളിലാണോ ഒരു വാർഡ് കൌൺസിലർ? ഇങ്ങനെയുള്ള സില്ലി ചോദ്യങ്ങൾക്ക് അവസരം കൊടുക്കരുതെന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. കാരണം ഒരു നിയോജക മണ്ഡലം, ഈ തിരുവനന്തപുരം നഗരസഭയിലെ 26 കോർപ്പറേഷൻ വാർഡുകളെ പ്രതിദാനം ചെയ്യുന്ന നിയമസഭാ പ്രതിനിധിയാണ് MLA. ഒരു ചെറിയ വാർഡിന്റെ പ്രതിനിധിയായിരിക്കുന്ന അവര് ഇന്നലെ വന്ന അവര് മുൻ മേയറായിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ MLA ആയിരിക്കുന്ന ഒരാളെ ഈ നിലയിൽ അവഹേളിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് ശരിയാണോ? ഈ സംഭവം വിവാദമായതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാടം ഉടായ്പായിട്ട് ഇറങ്ങി. എന്താ ഉടായ്പെന്നറിയാം? പ്രശാന്ത് എന്റെ സഹോദരന്റെ സഹോദരനാണ്, ഒരു സഹോദരി എന്ന രീതിയിലാണ് ഞാൻ പ്രശാന്തിനോട് ആ റൂം മാറാൻ പറഞ്ഞതാണ് നമ്മളെ മാടം ഇപ്പം പറയുന്നത്. നമുക്കെന്തായാലും മാടത്തിന്റെ ആ ഉടായ്പും കൂടി കേട്ടിട്ട് വരാം. അറിവനുസരിച്ച് ഈ ഒരു കെട്ടിടം തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടമാണ്. ഇതിന്റെ സോണൽ ഓഫീസും കൌൺസിലറിന്റെ ഓഫീസും പ്രവർത്തിക്കേണ്ട സ്ഥലമാണ്. ഈ സ്ഥലത്തിന് പൂർണ്ണ അവകാശമുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അപ്പം ഇദ്ദേഹം ശ്രീ VK പ്രശാന്ത് എന്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും പ്രശാന്ത് മേയറായിട്ടിരുന്നപ്പോഴും തൊട്ടുള്ള പരിചയമാണ്. എന്റെ മോന്റെ കല്യാണം ഇദ്ദേഹം മണ്ഡപത്തിൽ നിന്നാണ് നടത്തി തന്നത്. അത് കല്യാണം അറ്റൻഡ് ചെയ്തിട്ടുള്ള 2500 പേർക്കും അറിയാം, അവരത് കണ്ടിട്ടുള്ളതാണ്. പ്രശാന്ത് ത്രൂ ഔട്ട് കല്യാണ മണ്ഡപത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എന്റെ സഹോദര തുല്യനായിട്ടുള്ള ഒരു ആളാണ് ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് MLA പ്രശാന്ത്. അദ്ദേഹത്തോട് 2-3 ദിവസമായിട്ട് ഞാനൊരു പഴയ നമ്പറുണ്ട്, അത് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല, ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ശ്രീ മധുസൂദനൻ നായർ മുൻ കൌൺസിലർ എൻ്റെ വീട്ടിൽ ഇരുന്നപ്പോൾ നമുക്കിരിക്കാൻ ഒരു സ്ഥലം നല്ലത് വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അത് ആ കെട്ടിടം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് വീണ്ടും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രശാന്തിനെ ഫോണിൽ വിളിച്ചു. അപ്പോൾ അത് കിട്ടിയില്ല, എടുത്തില്ല. പിന്നെ അദ്ദേഹം എന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ അറിഞ്ഞല്ലോ ഞാൻ കൌൺസിലറായിട്ട് ജയിച്ചു വന്നു ശാസ്തമംഗലം വട്ടിയൂർക്കാവിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്, എല്ലാ സഹായ സഹകരണവും ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഓ ശരി ചേച്ചി എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എനിക്കിരിക്കാൻ ഒരു സ്ഥലമില്ല, അപ്പോൾ ആ ഒരു ഓഫീസ് പ്രശാന്ത് ഒന്ന് മാറി തരാൻ പറ്റുമോ, അതൊന്ന് പരിഗണിക്കണേ, അതെന്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിന് റിക്വസ്റ്റ് എന്നല്ല പറയാം മാഡം, അതിനാണ് അഹങ്കാരം എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്പന അർത്ഥം കിട്ടിക്കഴിഞ്ഞില്ല അർദ്ധരാത്രിയിലും കൊട പിടിക്കുന്ന പറഞ്ഞില്ലേ, ആ അഹങ്കാരമാണ് നിങ്ങൾ കാണിച്ചത്. ഈ സ്ത്രീക്കുണ്ടല്ലോ അഹങ്കാരം തലക്ക് പിടിച്ചിട്ട് വിവരവും ബുദ്ധിയൊക്കെ അങ്ങ് നശിച്ചു പോയേട്ടാ. ഇനിയിപ്പോ MLA അല്ല, ഏതൊരു സാധാരണക്കാരായാലും ശരി, ഒരു വാടക കെട്ടിട ഒഴിവാകണമെങ്കിൽ എത്രമാത്രം നിയമപരമായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഒഴിയണമെങ്കിൽ 3 മാസം മുന്നേ ഒഴിയാനുള്ള കടലാസൊക്കെ കൊടുക്കട്ടെ. അത്രമാത്രം വിവരവും ബുദ്ധി സ്ത്രീക്ക് പോയല്ലോ. എന്നിട്ട് അതൊന്നും നോക്കാണ്ട് ഒരു കൌൺസിലർ MLA-നെ വിളിച്ച് പറയുന്നു എനിക്ക് 890 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്, അതുകൊണ്ട് MLA എത്രയും പെട്ടെന്ന് എനിക്ക് വേണ്ടി ആ റൂം മാറി തരണം. എന്താണ് അവസ്ഥ ശ്രീലേഖ മാഡം നിങ്ങളത്?
പിന്നെ മാഡത്തിന്റെ ഉദ്ദേശം എന്തായിരിക്കും അറിയാം? മാഡത്തിന്റെ മനസ്സിൽ ഞാനൊരു ക്ഷത്രിയ സ്ത്രീയാണ്, എന്റെ വീട്ടിൽ 3-4 ആനകളുണ്ട്, ആ ആനകളെ കൊണ്ടുവന്നിട്ട് എനിക്ക് എന്റെ റൂമിന്റെ പുറത്ത് കെട്ടിയിടണം, ഞാനൊരു ക്ഷത്രിയ സ്ത്രീയാണ്, ഞാനൊരു സംഭവമാണെന്ന് നാട്ടുകാരെ കാണിക്കണം എന്നായിരിക്കും ഈ സ്ത്രീ പറഞ്ഞു വരുന്നത്. അതായത് നമ്മൾ തുറുപ്പുകുരാലി മമ്മൂട്ടി ചെയ്യുന്ന പരിപാടിയില്ലേ, ആ പരിപാടി ചെയ്യാനാണ് ഈ മാഡം ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. ഇനി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഏത് ഭാഗത്ത് പോയാലും മാഡത്തിന് നടക്കാനോ ഇരിക്കാനോ സൗകര്യം കിട്ടില്ല. ഇനി മാഡത്തിന്റെ കാറ് പോകാനൊന്നും സൗകര്യം കിട്ടില്ല. ആ ഏരിയ മൊത്തം പൊളിച്ചെടുക്കും. നമ്മൾ യുപിയിലേക്ക് കണ്ടുവരുന്ന പോലത്തെ ബുൾഡോസർ രാജ്യല്ലേ, ബുൾഡോസർ വെച്ചിട്ട് മാഡത്തിന് പോകേണ്ട വഴികളൊക്കെ ഇനി സംഖ്യകളങ്ങ് പൊളിച്ചങ്ങ് കൊടുക്കും. അങ്ങനെ ഉത്തരേന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ബുൾഡോസർ രാജ് ഇനി നമ്മളെ കേരളത്തില് തിരുവനന്തപുരത്തും കാണാൻ പോവുകയാണ് സുഹൃത്തുക്കളെ, കാണാൻ പോവുകയാണ്. ഞാൻ ആലോചിക്കുന്നത് ഇത്രയും കാലം പോലീസിന്റെ തലപ്പത്തിരുന്ന ഈ സ്ത്രീക്ക് നിയമത്തിനെ പറ്റി യാതൊരു ബോധ്യമില്ലാണ്ടായിപ്പില്ല. ഒരാളെ വിളിച്ചിട്ട് പറയുന്നു നീ അങ്ങ് റൂം മാറ്റണം, എനിക്ക് ഒരുപാട് സൗകര്യം വേണമെന്ന്. എന്താ അവസ്ഥ? ഈ സ്ത്രീയൊക്കെ ആ നിയമത്തിന്റെ തലപ്പത്തിരുന്നപ്പോ എന്തായിരിക്കും ഇവിടെയൊക്കെ നടന്നിട്ടുണ്ടാവുക? ഇനി ഇവരെ വിജയിപ്പിച്ച ആ ഏരിയയിലുള്ള ആൾക്കാരുടെ കഥയുണ്ടല്ല, അത് കണ്ടു തന്നെ അറിയണം. ഇനി പണ്ടത്തെ പോലെ രാജാക്കന്മാരുടെ പരാതി പറയുന്ന പോലെ ഇങ്ങനെ പോയി നിൽക്കേണ്ടി വരും. തമ്പുരാട്ടി ഒരു പരാതി ഞാൻ ബോധിപ്പിക്കട്ടെ, ഒരു പരാതി ഞാൻ ബോധിപ്പിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വിജയിപ്പിച്ചതാണ്, നിങ്ങൾ തന്നെ അനുഭവിക്കുക, വേറെ ഒരു രക്ഷയില്ല. അപ്പൊ തിരുവനന്തപുരത്തെ BJP-ക്കാർ ഇനി 5 വർഷം ഇതുപോലുള്ള ഒരുപാട് പൊട്ടത്തരങ്ങളും ഒരുപാട് മണ്ടത്തരങ്ങളുമായ ഒരുപാട് കലാപരിപാടികൾ നടത്തും. ആ കലാപരിപാടികൾ നമുക്ക് പുറത്തിരുന്ന് ഇങ്ങനെ കണ്ട് രസിക്കാം, ആഹ്ലാദിക്കാം, ആർമാദിക്കാം. എന്നാലും മാഡത്തിന്റെ ബുദ്ധി സമ്മതിച്ചിരിക്കുന്നു. മാഡത്തിനെ വിജയിപ്പിച്ച ആൾക്കാരുണ്ടല്ല, അവൻ അനുഭവിക്കുക തന്നെ വേണം. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.